അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലത്തെ തഹജ്ജുദ് തൊട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇനി കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ഇസ്ലാമിക് ക്വിസിൻ്റെ ആൻസർ പറയാം. കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഖുർആനിലെ ഏത് സൂറത്താണ് ഖുർആനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നതെന്നായിരുന്നു. ആൻസർ സൂറത്തുൽ യാസീൻ എന്നാണ്. ഒരുപാട് പേരും കറക്റ്റായിട്ട് തന്നെ കമൻറ്റ് ചെയ്തായിരുന്നു. ഇനി ഇന്നത്തെ ഇസ്ലാമിക് ക്വിസ് ചോദിക്കാം. ഭൂമിയിൽ ഏറ്റവും ആദ്യം മരിച്ച മനുഷ്യൻ്റെ പേരെന്തായിരുന്നു? ആൻസർ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ്. അറിയില്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ആൻസർ പറഞ്ഞു തരാം. ഇനി നിങ്ങൾക്ക് ഞാനൊരു ഹദീസിലുള്ള ഒരു ദുആയും കൂടി പറഞ്ഞു തരാം. സ്വഹീഹ് മുസ്ലിമിലെ 2723 ഹദീസാണ് പറയാൻ പോണത്. അബ്ദുള്ള റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വൈകുന്നേരങ്ങളിലും രാവിലെയും ഒരു ദുആ ചൊല്ലുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നാ അംസൈന വ അംസൽ മുൽക്കു ലില്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹദിഹിൽ ലൈലതി വ ഖൈറ മാ ബഅദഹാ വ അഊദു ബിക മിൻ ശർരി മാ ഫീ ഹദിഹിൽ ലൈലതി വ ശർരി മാ ബഅദഹാ. റബ്ബി അഊദു ബിക മിനൽ കസലി വ സൂഇൽ കിബരി. റബ്ബി അഊദു ബിക മിൻ അദാബി ഫിന്നാരി വ അദാബി ഫിൽ ഖബരി. അല്ലാഹുവേ, ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് കടന്നു. അങ്ങനെ തന്നെ അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ സാമ്രാജ്യവും വൈകുന്നേരത്തിലേക്ക് കടന്നു. സ്തുതിയെല്ലാം അള്ളാഹുവിനാണ്. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്കർഹനായി മറ്റാരുമില്ല. അവൻ ഏകദേവനാകുന്നു. അവന് കൂട്ടാളിയില്ല. അവനാണ് ആധിപത്യം. അവനാണ് സ്തുതി അർഹനായവൻ. അവൻ എല്ലാറ്റിനും ശക്തനാണ്. എൻ്റെ രക്ഷിതാവേ, ഈ രാത്രിയിലുള്ള നന്മയും അതിനുശേഷമുള്ള നന്മയും ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ രാത്രിയിലുള്ള ദോഷങ്ങളിൽ നിന്നും അതിനുശേഷമുള്ള ദോഷങ്ങളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. എൻ്റെ രക്ഷിതാവേ, ഞാൻ മടുപ്പിൽ നിന്നും വൃദ്ധാവസ്ഥയുടെ ദുരിതത്തിൽ നിന്നും നിന്നിൽ അഭയം തേടുന്നു. എൻ്റെ രക്ഷിതാവേ, ഞാൻ നരകശിക്ഷയിൽ നിന്നും ഖബറിലെ ശിക്ഷയിൽ നിന്നും അഭയം തേടുന്നു. ഇങ്ങനെയാണ് ഈ ദുആയുടെ അർത്ഥം. ഇതുപോലെ തന്നെയാണ് രാവിലത്തെ ദുആയും. അല്ലാഹുമ്മ ഇന്നാ അസ്ബഹ്നാ വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹദൽ യൗമി വ ഖൈറ മാ ബഅദഹു വ അഊദു ബിക മിൻ ശർരി മാ ഫീ ഹദൽ യൗമി വ ശർരി മാ ബഅദഹു. റബ്ബി അഊദു ബിക മിനൽ കസലി വ സൂഇൽ കിബരി. റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാരി വ അദാബിൻ ഫിൽ ഖബരി. ഇനി ഞാൻ നിങ്ങൾക്ക് ഖുർആനിലെ സൂറത്തായ അൽ കൗസറിനെ പറ്റി ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് അൽ കൗസർ. ഈ സൂറത്തിന് 3 ആയത്തുകളാണ് ഉള്ളത്. ഈ സൂറത്തിലൂടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിരിക്കുന്നു, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അൽ കൗസർ ഏറ്റവും വലിയ അനുഗ്രഹം നൽകിയിരിക്കുന്നു എന്ന്. ഹദീസുകളിൽ അൽ കൗസർ എന്ന് പറയുന്നത് സ്വർഗത്തിലെ അതിമനോഹരമായ ഒരു നദിയാണ്. ഇനി ഈ സൂറത്തിൻ്റെ ഓരോ വരിയുടെയും അർത്ഥം വെച്ച് നോക്കാം. ഇന്നാ ഔതൈനാക്കൽ കൗസർ, തീർച്ചയായും നിനക്ക് നാം ധാരാളം നേട്ടം നൽകിയിരിക്കുന്നു. ഫസല്ലി ലിറബ്ബിക വൻഹർ, ആകയാൽ നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. ഇന്ന ശാനിയക ഹുവൽ അബ്തർ, തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ തന്നെയാകുന്നു ഭാവിയില്ലാത്തവൻ. ഇനി ഹദീസുകളിൽ അൽ കൗസറിനെ പറ്റി പറഞ്ഞത് എന്താണെന്ന് നോക്കാം. സുനാൻ അൽ തിർമിദിയിലെ ഹദീസ് 3359 അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കൗസർ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഒരു നദിയാണെന്ന്. ആ നദിയുടെ തീരം സ്വർണം കൊണ്ടും മുത്തുകളുടെ മേളിൽ കൂടെയാണ് ആ നദി ഒഴുകുന്നതെന്നും ആ നദിയിലെ മണ്ണ് കസ്തൂരിയെക്കാട്ടി മണമുള്ളതും അതിലെ വെള്ളം പാലിനെക്കാട്ടി വെളുത്തതും അതിൻ്റെ മധുരം തേനിനെക്കാട്ടി മധുരമുള്ളതാണെന്നും. ഇനി നമുക്ക് ഈ സൂറത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാമെന്ന് നോക്കാം.
എത്ര കഷ്ടപ്പാട് നമുക്കുണ്ടായാലും ആ സമയങ്ങളിലെല്ലാം നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുകയും മനസ്സിലാക്കുകയും വേണം. നമ്മളെക്കുറിച്ച് എത്ര നെഗറ്റീവായിട്ട് മറ്റുള്ള ആൾക്കാർ സംസാരിച്ചാലും നമ്മൾ അതെല്ലാം മറന്നിട്ട് അള്ളാഹുവിൻ്റെ വിധി ദിവസത്തെക്കുറിച്ച് ആലോചിക്കണം. നമ്മൾ എത്ര തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരിക്കലും നമ്മൾ നന്മ ചെയ്യാൻ മടിക്കരുത്. കാരണം നമ്മൾ ചെയ്ത ഒരു നന്മ മാത്രം മതിയായിരിക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം മായ്ക്കാൻ വേണ്ടിയിട്ട്. സുബഹിയൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് പിന്നെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് ഇന്ന് ലഡു ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്ന് ലഡു ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 1.5 കപ്പ് കടലമാവാണ്. അതിൽ കുറച്ച് ഉപ്പും കുറച്ച് സോഡയും കൂടെ ഇട്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. ഞാൻ ഈ കപ്പിൻ്റെ അളവിൽ തന്നെയാണ് മാവ് എടുത്തേക്കുന്നത്, 1.5 കപ്പ്. എനിക്ക് 1 കപ്പ് വെള്ളമൊക്കെ ആവശ്യമെന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ കടലമാവിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ടാണ് വെള്ളം ആവശ്യം വരുന്നത്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് ഇളക്കിയിട്ട് നോക്കണം ശരിയായാമെന്ന്. ഈ മാവ് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ലഡുവിൻ്റെ. ഇതേപോലത്തെ കൺസിസ്റ്റൻസിയിലാവണം. എന്നിട്ട് ഇത് 10 മിനിറ്റ് മാറ്റി വയ്ക്കണം നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ മാവ് നമുക്ക് ചെറിയ റൗണ്ടായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇരുമ്പുചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചെറിയ ഹോളുള്ള സ്പൂണ് വേണം ഇതേപോലത്തെ. ഇതിനകത്താണ് മാവ് കോരി ഒഴിക്കാനുള്ളത്. എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി മാവ് എടുത്തിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് പൊങ്ങി വന്നാൽ എണ്ണ റെഡിയായി എന്നർത്ഥം. ഇതേപോലെ എല്ലാ മാവും ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുറേ നേരം എണ്ണയിലിടണ്ട, കുറച്ച് നേരം ഇട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കണം. ഇതേപോലത്തെ സ്പൂണ് നമ്മളെ കയ്യിലില്ലെങ്കിൽ നമ്മൾ ബൂന്തിക്ക് പകരം സാധാ മാവ് കോരി ഒഴിക്കുന്ന പോലെ ഒഴിച്ച് ആ കഷ്ണം എടുത്തിട്ട് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. അത് വേണം നമുക്ക് ലഡു ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ. أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر مقامهم فوق رأس الجبال وفوق الرواسي. ഇതേപോലെ എല്ലാ മാവും ബൂന്തിയായിട്ട് റെഡിയാക്കി എടുക്കണം. ഇതിൽ ചിലപ്പോൾ വലിയ കഷ്ണമൊക്കെ ആയിട്ട് വരുന്നെങ്കിൽ അത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ലഡു ഉണ്ടാക്കുന്ന പ്രോസസ്സ് നോക്കാം. ഫസ്റ്റ് നമുക്ക് 1.25 കപ്പ് പഞ്ചസാര വേണം. പിന്നെ വേണ്ടത് ഏലക്കയാണ്. ഏലക്ക പൊടിയും അല്ലെങ്കിൽ ഏലക്ക ചതച്ചതായാലും മതി. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞ കളറാണ്. മഞ്ഞ കളർ ഇല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ടാലും മതി. പിന്നെ വേണ്ടത് കിസ്മിസാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ലഡു ഉണ്ടാക്കാനായിട്ട്. 1.25 കപ്പ് പഞ്ചസാരയിൽ നമ്മൾ 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് മഞ്ഞ കളർ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ചതച്ച് വെച്ച ഏലക്ക അല്ലെങ്കിൽ ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് നല്ലപോലെ തിളച്ച് കറക്റ്റ് രീതിക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഏലക്കയുടെ തൊലിയൊക്കെ എടുത്ത് കളയാം. പഞ്ചസാര വെള്ളം കട്ടിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി അതിൽ ബൂന്തി ഇട്ട് കൊടുക്കാം. ويا من تحب غياب الوفاء أحب الوفاء بشتى الصور أحب الوفي الأمين الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون. ബൂന്തിയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പഞ്ചസാര വെള്ളം ബൂന്തി പിടിക്കുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. പഞ്ചസാര വെള്ളം എല്ലാം വറ്റി വരുമ്പോൾ നമുക്ക് നമ്മുടെ കിസ്മിസ് നെയ്യിൽ അല്ലെങ്കിൽ എണ്ണയിലായാലും വറുത്തെടുത്തിട്ട് ഇട്ട് കൊടുക്കാം.
ഫുള്ള് പഞ്ചസാര വെള്ളവും വറ്റിയിട്ട് ഇതേപോലെ ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് കുറച്ച് നേരം തണുക്കാൻ വയ്ക്കാം. തണുക്കുമ്പോൾ നമുക്ക് ലഡു ഉരുട്ടുന്ന പോലെ ഉരുട്ടിയെടുക്കാം. നമ്മൾ ഉരുട്ടുമ്പോൾ നല്ലപോലെ അമർത്തിയിട്ട് ഉരുട്ടണം, എന്നാലേ അത് കറക്റ്റ് ഉരുണ്ട് വരത്തുള്ളൂ. എല്ലാം ഉരുട്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം സെറ്റാവാൻ വെക്കണം. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സെറ്റാവാൻ വെക്കുമ്പോൾ നല്ല കട്ടിയാവും. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ലഡു. ഇത്രയും ലഡുവാണ് എനിക്ക് 1.5 കപ്പ് മാവിൽ നിന്ന് കിട്ടിയത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.